ഹലോ ഗായ്സ്, കഴിഞ്ഞ വീഡിയോയിൽ ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഞങ്ങൾ നാട്ടിൽ പോവുകയാണെന്ന്. അങ്ങനെ ഞങ്ങൾ ഇന്ന് നാട്ടിൽ പോവുകയാണ്. ഞങ്ങൾ ബാഗൊക്കെ തലേ ദിവസം തന്നെ പാക്ക് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇന്ന് ഞങ്ങൾ ചെന്നൈയിൽ വന്നത് എന്തിനാന്ന് വെച്ചാൽ വെക്കേഷനായിരുന്നു. വെക്കേഷൻ അല്ല എല്ലാവർക്കും. അങ്ങനെ ഞങ്ങൾ ചെന്നൈയിൽ വന്നു. ഇപ്പോൾ അതാ വെക്കേഷൻ കഴിഞ്ഞ് എല്ലാവർക്കും സ്കൂൾ തുറക്കാനായി. അപ്പം ഞങ്ങൾ നാട്ടിലേക്ക് തിരിച്ച് പോവുകയാണ്. പോകുന്ന വഴിക്ക് കുറേ ഹെലികോപ്റ്ററൊക്കെ കാണാൻ പറ്റും. ഇവിടെ എന്തോ ലൈക്ക് മിലിറ്ററീൻ്റെ എന്തൊക്കെയോ ഉണ്ട്. സോ അവിടെ ഹെലികോപ്റ്ററൊക്കെ കാണുന്നുണ്ട്. പിന്നെ ഇവിടെ തന്നെ ഒരു റെയിൽവേ സ്റ്റേഷനും ഉണ്ട്. സോ നമുക്ക് ട്രെയിൻസും ഒക്കെ കാണാൻ പറ്റും. ഞാനൊരു ട്രെയിൻ കണ്ടു, ഒരു JCB ട്രെയിൻ എന്ന് പറഞ്ഞിട്ട്. ഈ ഒരു ട്രെയിൻ ഞാൻ ആദ്യമായിട്ടാണ് കാണുന്നത്. അടിപൊളിയാണ്. പിന്നെ കുറേ ട്രെയിനൊക്കെ കണ്ടു. പോകുന്ന വഴിക്ക് ട്രെയിനും റോക്കറ്റും ഒന്നും അല്ലാതെ ഞങ്ങൾ കുറേ ബിൽഡിങ്സും കുറേ നല്ല നല്ല തോട്ടങ്ങളും കൃഷികളും എല്ലാം കാണുന്നുണ്ട്. നല്ല ഭംഗിയാണ് എല്ലാം കാണുമ്പോഴും. ഇപ്പം ഞാൻ ഈ കാണിക്കുന്നത് എയർപോർട്ടൊന്നുമല്ല, ഇവിടുത്തെ ബസ് സ്റ്റാൻഡാണ്. സത്യം പറഞ്ഞാൽ ഞാൻ ഇതിൻ്റെ ഉള്ളിലോട്ട് ഒരു പ്രാവശ്യം കയറിയിരുന്നു. ആ കയറിയത് ശരിക്കും എനിക്കൊരു ഫീൽ ചെയ്തത് എയർപോർട്ട് പോലെ തന്നെയാണ്. ലിഫ്റ്റ്, എസ്കലേറ്റർ, പിന്നെ കുറേ വെൻഡിങ് മെഷീൻസ് എല്ലാം ഇവിടെ അവൈലബിൾ ആണ്. പിന്നെ അതുപോലെ തന്നെ ഫുഡ് കഴിക്കാൻ കുറേ ഷോപ്സ് ഉണ്ട്. ഇതുപോലത്തെ ഒരു ബസ് സ്റ്റാൻഡ് ഞാൻ ഇതുവരെ കണ്ടിട്ടില്ല കേട്ടോ. അങ്ങനെ ഞങ്ങൾ അതൊക്കെ കണ്ട് വീണ്ടും യാത്ര ഇങ്ങനെ തുടർന്നു. അതിൻ്റെ ഇടയിൽ വേറെ എന്തൊക്കെയോ ഇവിടെ ലൈക്ക് കുറേ വെഹിക്കിൾസ് ഉണ്ടാവും, പല വെറൈറ്റി ആയിട്ടുള്ളത്. അങ്ങനെ ഞങ്ങൾ ഫസ്റ്റത്തെ ടോൾ ഞങ്ങൾ കടക്കുകയാണ്. ഇനി ഇഷ്ടം പോലെ ടോളുണ്ട്. ഞാൻ എല്ലാ ടോളും ഇങ്ങനെ ലൈക്ക് നമ്പേഴ്സ് ഇങ്ങനെ എഴുതി വെക്കലൊക്കെ ഉണ്ട് കേട്ടോ. ലൈക്ക് ഓവറോൾ 16 ടോൾസൊക്കെ ഉണ്ട്. അങ്ങനെ ഞങ്ങൾ പോയിക്കൊണ്ടിരിക്കുകയാണ്. പോകുന്ന വഴിക്ക് കുറേ ഹോട്ടൽസൊക്കെ കാണാൻ പറ്റും. പിന്നെ ഇവിടെ നമ്മൾ നാട്ടിൽ വെറുതെ കിട്ടുന്ന ജാക്ക് ഫ്രൂട്ടൊക്കെ വിൽക്കാൻ വെച്ചിട്ടുണ്ട്. കുറേ ഫ്രൂട്ട്സ് കടയൊക്കെ ഇവിടെ ഉണ്ട് കേട്ടോ. ഞങ്ങളൊരു ഫ്രൂട്ട്സ് കടയിൽ കയറി ഗുവ വാങ്ങിച്ചു. മസാല ഇട്ടതും വാങ്ങിച്ചു, മസാല ഇടാത്തതും വാങ്ങിച്ചു. പിന്നെ പോകുന്ന വഴിക്ക് ഞാൻ ഗുവ ഒക്കെ കഴിച്ചു. അങ്ങനെ ഞങ്ങളിപ്പോൾ ലഞ്ചിന് വേണ്ടിയിട്ട് ഒരു ഹോട്ടലിൽ കയറി. നോൺ വെജും ഉള്ളൊരു ഹോട്ടലിൽ. ലഞ്ച് ഒരു 3 o'clock 2 o'clock ഒക്കെ ആയപ്പോഴാണ് ഞങ്ങൾ കഴിച്ചത്. അങ്ങനെ ഈ ഒരു ഹോട്ടലിൽ തന്നെ നമുക്കൊരു ബേക്കറി ഉണ്ട്. സോ നമുക്ക് വല്ല സ്നാക്സൊക്കെ വേണമെങ്കിൽ ഇവിടെ തന്നെ വാങ്ങാം. പിന്നെ ഈ ഒരു ഹോട്ടലിൽ നമ്മൾ പ്ലേറ്റ് ഒന്നും ഉണ്ടാവില്ല, നമുക്ക് വാഴയിലയിലാണ് ഫുഡൊക്കെ സർവ് ചെയ്യുന്നത്. എൻ്റെ പപ്പ ഊണാണ് ഓർഡർ ചെയ്തത്, വിത്ത് ചിക്കൻ 65 കൂടി ഓർഡർ ചെയ്തിട്ടുണ്ടായിരുന്നു. എല്ലാം നല്ല ടേസ്റ്റും ഉണ്ടായിരുന്നു. ഞാനും എൻ്റെ ഉമ്മച്ചിയും ബ്രദറും കൂടി ഓർഡർ ചെയ്തത് ചിക്കൻ കൊത്തു പൊറാട്ട ആയിരുന്നു. എല്ലാം നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു, ബട്ട് നല്ല സ്പൈസി ആയിരുന്നു. ഞങ്ങൾ ആ ബേക്കറിയിൽ നിന്ന് 2 സ്ലൈസ് വാങ്ങിയിട്ടുണ്ടായിരുന്നു, ബിക്കോസ് നല്ല സ്പൈസിയാണെന്ന് പറഞ്ഞില്ലേ. സോ ആ സ്പൈസ് ഒന്ന് മാറ്റാനായിരുന്നു. ഞങ്ങളങ്ങനെ വണ്ടിയിൽ വീണ്ടും കയറി യാത്ര വീണ്ടും തുടർന്നു. ആ കാണുന്ന ഒരു പാലം, അത് നല്ല ഭംഗിയുണ്ടായിരുന്നു റിയലി കാണാൻ വേണ്ടിയിട്ട്. പിന്നെ അപ്പുറത്ത് കുറേ പുഴ ആയിട്ടും കടലായിട്ടും ഒക്കെ കാണാൻ പറ്റും. പിന്നെ നാട്ടിൽ നല്ല മഴയാണെന്നൊക്കെ പറഞ്ഞു. സോ പോകുന്ന വഴിക്ക് മഴ ഉണ്ടാവുമോയെന്ന് അറിയില്ല. അങ്ങനെ പോകുന്ന വഴിക്ക് ഞാൻ ആ സ്ലൈസും കൂടി കുടിച്ച് ഞങ്ങളിങ്ങനെ പോയിക്കൊണ്ടിരിക്കുകയാണ്. ചില സമയത്ത് ചെറിയ മഴക്കാരൊക്കെ കാണുന്നുണ്ട്, ബട്ട് മഴ ഇതുവരെ പെയ്തിട്ടില്ല.
അവിടെ ഞാൻ ആദ്യം കണ്ടപ്പോൾ മാറ്റാണെന്നൊക്കെ വിചാരിച്ചെങ്കിലും ഇതൊക്കെ ഡ്രസ്സാണ്. ലൈക്ക് ഇങ്ങനെ ഒരു ബഞ്ചാക്കിയിട്ട് വെച്ചേക്കാണ്. കുറേ ഡ്രസ്സ് ഇങ്ങനെ വെക്കുമ്പോൾ ലൈക്ക് റിയലി നമുക്ക് തോന്നും ഒരു മാറ്റ് ഇങ്ങനെ സെറ്റാക്കി വെച്ചേക്കാണ് എന്ന്. അങ്ങനെ കുറേ ആൾക്കാരിങ്ങനെ ബൾക്കായിട്ട് വാങ്ങുന്നൊക്കെ ഉണ്ട് ഷോപ്സിന്. അങ്ങനെ ഞങ്ങളൊരാൾ വാങ്ങുന്നത് കണ്ടു. ലൈക്ക് ഇത്രങ്ങാനും ബൾക്ക് ഡ്രസ്സസ്സാണ് അറിയോ ഡിക്കിക്ക് ഇങ്ങനെ വെക്കുന്നത്. കുറേ ഡ്രസ്സസ് വെക്കുന്നുണ്ട്. അങ്ങനെ കുറേ ഡ്രസ്സും കാഴ്ചകളൊക്കെ കണ്ട്. പിന്നെ കൂടുതലും ഇവിടെ ഹോൾസെയിൽ തന്നെയാണ്. അതുകൊണ്ട് തന്നെ ഇവിടെ ബൾക്കായിട്ടുള്ള ഷോപ്സൊക്കെ ഉള്ളൂ. ചില കടയിൽ നമുക്ക് ഹോൾസെയിൽ അല്ലാതെയും വാങ്ങാം. അങ്ങനെ തിരുപ്പൂരൊക്കെ ഞങ്ങൾ വിസിറ്റ് ചെയ്തു. ഇപ്പോൾ ഏകദേശം കോയമ്പത്തൂരൊക്കെ എത്തി. അപ്പം ഒരു ചെറുതായിട്ടൊക്കെ മഴ പെയ്തു. ഈ ഒരു ബ്രിഡ്ജ് വളരെ വലുതാണ്, നല്ല വലുതാണ്. മീൻസ് ഞങ്ങൾ കുറേ വീഡിയോ എടുത്തിട്ടുണ്ട്. നല്ല വലുതാണ്. കുറേ നേരം ഈ ഒരു ബ്രിഡ്ജ് ഉണ്ട്. ബട്ട് ഇതിൻ്റെ ഫിനിഷിങ് ആയിട്ടില്ല, പണി കഴിഞ്ഞിട്ടില്ല. അങ്ങനെ രാത്രിയായി. ഞങ്ങൾ ഇവിടെ നല്ല ബ്ലോക്കായിരുന്നു. ഇപ്പോഴും ആ ബ്രിഡ്ജ് കഴിഞ്ഞിട്ടില്ല. അതിൻ്റെ കൂടെ വേറെ എന്തൊക്കെയോ ബ്രിഡ്ജൊക്കെ ജോയിൻ ചെയ്യുന്നുണ്ട്. അങ്ങനെ ആ ബ്രിഡ്ജ് കുറേ കഴിഞ്ഞിട്ടാട്ടോ കഴിഞ്ഞത്. അങ്ങനെ ഞങ്ങൾ ഇനി പോകാൻ പോകുന്നത് കോയമ്പത്തൂരിലെ ഏറ്റവും വലിയൊരു മാളിലോട്ടാണ്. ഈ ഒരു മാള് മിക്കവരും വിസിറ്റ് ചെയ്തിട്ടുണ്ടാകും, ബിക്കോസ് അത്രയും വലുതാണ്. അങ്ങനെ ഞങ്ങൾ ആ മാളിലോട്ടാണ് ഇപ്പോൾ പോയിക്കൊണ്ടിരിക്കുന്നത്. വലുത് മീൻസ് ഹൈറ്റ് അല്ല, നല്ല ലെങ്ത്താണ് ഈ ഒരു മാളിന് വരുന്നത്. ഈ ഒരു മാളിൻ്റെ പേര് വന്നിട്ട് ബ്രൂക്ക് ഫീൽഡ്സ് എന്നാണ്. ബ്രൂക്ക് ഫീൽഡ് അങ്ങനെ വിളിക്കും. അങ്ങനെ ഈ ഒരു മാളിൽ എല്ലാ ഷോപ്സും ഉണ്ട്. നമ്മൾ മിക്ക കണ്ടുവരുന്ന എല്ലാ ഷോപ്സും ഉണ്ട്. ഫുഡ് കോർട്ടും ഉണ്ട്. ലൈക്ക് മാക്സ് ഉണ്ട്, മക്ഡൊണാൾഡ്സ് ഉണ്ട്, KFC ഉണ്ട്. അങ്ങനെ എല്ലാ ഷോപ്സും ഇതിൽ തന്നെ ഉണ്ട്. പിന്നെ ഈ ഒരു മാളിൽ ഒരു എൻട്രൻസ് അല്ല, 2-3 എൻട്രൻസ് ഉണ്ട്. പിന്നെ ലൈക്ക് എല്ലാ ഷോപ്സും ഉണ്ട്. പിന്നെ എൻ്റെ ഫേവറേറ്റ് ആയൊരു ഷോപ്പൊക്കെ ഉണ്ട്. എൻ്റെ ഫേവറേറ്റാണ് ഈ എസ്തെറ്റിക് പ്രൊഡക്ട്സൊക്കെ. അപ്പം മിനീസൊക്കെ ഇതിലുണ്ട്. മിനീസ് ഇഷ്ടമില്ലാത്തവരാരല്ലേ, ബിക്കോസ് എല്ലാം ക്യൂട്ട് പ്രൊഡക്ട്സ് ആയിരിക്കുന്നുള്ളൂ. പിന്നെ ഇതാണ് ലൈക്ക് മെയിൻ എൻട്രൻസ് എന്ന് വരുന്നത്. ഈ ബ്രൂക്ക് ഫീൽഡ്സ് എഴുതിയിട്ടുള്ള ഈ ഒരു എൻട്രൻസാണ് മെയിനായിട്ട് വരുന്നത്. ഞങ്ങളിപ്പോൾ കാറിൽ വന്നിട്ടുകൊണ്ട് തന്നെ കാറ് പാർക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് അണ്ടർഗ്രൗണ്ടിൽ പോകണം. സോ ഞങ്ങൾ കാറ് പാർക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് പോവുകയാണ്. പിന്നെ ഞങ്ങൾ ഫസ്റ്റായിട്ട് കഴിച്ചത് മക്ഡൊണാൾഡ്സിൻ്റെ ഐസ്ക്രീം ആയിരുന്നു, ഓറിയോ ഫ്ലേവേർഡ്. അവിടെ ഐസ്ക്രീം അല്ലാതെ പിന്നെ സ്മൂത്തീസും എന്തൊക്കെയോ ഉണ്ട്. പിന്നെ ഞാൻ അവരെ ഐസ്ക്രീം കോൺ ഉണ്ടാക്കുന്നത് കണ്ടു. നല്ല സാറ്റിസ്ഫൈങ് ആണ് ഓല് റോൾ ചെയ്യുന്നത് കാണാൻ വേണ്ടിയിട്ട്. ചിലതൊക്കെ ഇങ്ങനെ മിസ്റ്റേക്കായി പോകുന്നൊക്കെ ഉണ്ട്, ബട്ട് ദേ ആർ എക്സ്പേർട്ട്, നമുക്കൊന്നും കഴിയില്ല. ഐസ്ക്രീമൊക്കെ വാങ്ങി അതൊക്കെ കഴിച്ചുകൊണ്ട് ഞങ്ങൾ ഫസ്റ്റ് ഫ്ലോറിലായിരുന്നു ഇറങ്ങിയിട്ടുണ്ടായിരുന്നത്. സോ ഞങ്ങൾ ഗ്രൗണ്ട് ഫ്ലോർ കണ്ടിട്ടില്ലായിരുന്നു, അതൊന്ന് വിസിറ്റ് ചെയ്യാമെന്ന് വിചാരിച്ചു. ഇവിടെ കുറേ ഷോപ്പുണ്ട്. കുറേ നമുക്ക് അഫോർഡ് ചെയ്യാൻ പറ്റുന്ന നല്ല നല്ല ഷോപ്സ് ഉണ്ട്. ചിലത് നമുക്ക് അഫോർഡ് ചെയ്യാൻ പറ്റാത്ത കുറച്ച് എക്സ്പെൻസീവും ഉണ്ട്. ബട്ട് റിയലി ഗ്രേറ്റ് ആണ്, നല്ല അടിപൊളിയാണ്. ചിലതൊക്കെ ഭയങ്കര ക്യൂട്ട് ഷോപ്പാണ്. ഒരു ഗോൾഡ് ആൻഡ് ഡയമണ്ട്സിൻ്റെ ഒരു ഷോപ്പാണ് തോന്നുന്നു. ഒരു പിങ്ക് ഉണ്ടായിരുന്നു, അതെനിക്ക് നല്ല ഇഷ്ടമായി. ഇതാ ഈ ഒരു കാണുന്ന പിങ്ക് ഷോപ്പ് നല്ല രസമുണ്ട്. പിന്നെ ഹെംലീസും പിന്നെ ഗെയിമിങ് ഏരിയ അങ്ങനെ കുറേ സാധനങ്ങൾ ഉണ്ടായിരുന്നു. ബട്ട് ഒന്നിലും ഞങ്ങൾ കയറിയില്ല, ബിക്കോസ് നാട്ടിലെത്തുമ്പോഴേക്കും കുറേ സമയം എടുക്കും. അപ്പോൾ അത്രയും നേരം ഡ്രൈവിങ് ചെയ്യണത് കുറച്ച് പണിയല്ലേ, വർക്ക് ഇങ്ങനെ ഇല്ലാതെ ഡ്രൈവിങ് ചെയ്യുന്നത്. പിന്നെ അവിടെ സ്നോ ഫാൻറ്റസി ഉണ്ടായിരുന്നു. ഞങ്ങളിവിടെ വന്നപ്പോൾ വിചാരിച്ചു എന്നാൽ ഫുഡ് കഴിച്ചിട്ട് പോവാമെന്ന്. അതുകൊണ്ട് ഫുഡ് കോർട്ടിക്ക് വന്നു. ലൈക്ക് രാത്രിയാണ് വിചാരിച്ചിട്ട് വന്നാലും ഇവിടെ നല്ല തിരക്കൊക്കെ ഉണ്ടായിരുന്നു. ഞങ്ങൾ ഫുഡ് കഴിച്ചത് ചിക്കിങ്ങിൽ നിന്നായിരുന്നു. ലൈക്ക് ഫ്രൈഡ് ചിക്കനും കൊക്കക്കോള അങ്ങനെ തന്നെ സാധാരണ എല്ലാവരും കഴിക്കുന്നത് തന്നെയാണ് ഞങ്ങളും കഴിച്ചത് ചിക്കിങ്ങിൽ നിന്ന്.
കുക്കിംഗ് മാത്രമല്ല, പിന്നെ നോൺ വെജ് മാത്രമല്ല, വെജും വെജിറ്റേറിയൻസിനുള്ള ദോശ അങ്ങനത്തെ ഉണ്ട്. എന്നാൽ നോൺ വെജും ഉണ്ട്. ലൈക്ക് ചിക്കൻ ആയിക്കോട്ടെ, KFC ആയിക്കോട്ടെ, എല്ലാം ഇവിടെ അവൈലബിൾ ആണ്. അങ്ങനെ ഞങ്ങളെല്ലാം ഫുഡൊക്കെ കഴിച്ച് ഞങ്ങൾ ലിഫ്റ്റിന് വേണ്ടി വെയിറ്റ് ചെയ്യാണ്. ഞങ്ങളിനി അണ്ടർഗ്രൗണ്ടിലേക്കാണ് പോകുന്നത്. ലൈക്ക് കാർ പാർക്കിങ്ങിലോട്ടാണ് പോകുന്നത്. അങ്ങനെ കാർ പാർക്കിങ്ങിലെത്തി കാറിൽ ഞങ്ങൾ കയറി. ഇനി ഞങ്ങൾ വീണ്ടും യാത്ര സ്റ്റാർട്ട് ചെയ്യാണ്. മാളൊക്കെ ഞങ്ങളെല്ലാം കണ്ടു, വിസിറ്റ് ചെയ്തു. ഞങ്ങളൊന്നും ഷോപ്പിംഗ് ഒന്നും ചെയ്തില്ല. അങ്ങനെ ഞങ്ങളെല്ലാം വിസിറ്റ് ചെയ്ത് മാളിൽ നിന്ന് ഇറങ്ങി. ഇനി കുറേ നേരം യാത്ര തന്നെയാണ്. പിന്നെ കുറച്ച് വീഡിയോ ഒക്കെ ഞാൻ എടുത്തിട്ടുള്ളൂ. പിന്നെ ഞാൻ കുറച്ച് നേരമൊക്കെ ഉറങ്ങിയിട്ടുണ്ടായിരുന്നു. ചെറുതായിട്ട് മഴയൊക്കെ പെയ്തിരുന്നു. പിന്നെ ഞങ്ങൾ അജ്ഫാലിൽ കയറി കുറച്ച് സ്വീറ്റ്സ് വാങ്ങാൻ വിചാരിച്ചിട്ട്, ലൈക്ക് ക്യാൻഡീസും മിഠായിസും ഒക്കെ വാങ്ങാനായിരുന്നു അജ്ഫാലിൽ. പിന്നെ കുറേ വെറൈറ്റീസ് ഓഫ് മിഠായിയൊക്കെ ഉണ്ട്. അങ്ങനെ ഞങ്ങൾ കുറച്ച് സ്വീറ്റ്സ് വാങ്ങിയിട്ട് പിന്നെ കിറ്റ്കേറ്റ് വാങ്ങി, ഒരു റെഡ് ബുള്ളും വാങ്ങി. അതിൻ്റെ പപ്പക്കാർ. കുറേ യാത്രകൾക്ക് ശേഷം ഞങ്ങൾ നാട്ടിലെത്തി. ഇവിടെ ഒരു തട്ടുകട ഉണ്ടപ്പോൾ അവിടെ നിർത്തിയിട്ട് എന്തോ ഒരു എഗ്ഗിൻ്റെ ഷവർമ കഴിച്ചു. ചിക്കൻ്റെ പകരം എഗ്ഗ് ഇട്ടിട്ടുള്ളൊരു ഷവർമയും പിന്നെ എഗ്ഗിൻ്റെ വേറെ എന്തോ ഒരു ഐറ്റം കൂടിയും കഴിച്ചു. പിന്നെ ഇവിടെ എത്തിയാൽ അങ്ങനെ മഴ ഒന്നും പെയ്തിട്ടില്ലായിരുന്നു. അത് രണ്ടും നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു. അപ്പോൾ ഞാൻ കുറച്ചൊക്കെ വീഡിയോ എടുത്തിട്ടുള്ളൂ. അപ്പോൾ ഇത്രേ ഉള്ളൂ ഇന്നത്തെ വീഡിയോ. ഈ ഒരു വീഡിയോ ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. അപ്പോൾ ബൈ.